Guidance TV. Light for Life. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالدمام. بسم الله الرحمن الرحيم. ألم تر أن الله أنزل فمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين وبعد. സൂറത്തു സുമറിലെ ഈ തുടർവചനങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. അലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ, കണ്ടില്ലേ. തറ എന്ന് പറഞ്ഞാൽ ഇവിടെ റുയ ബസരിയാണ്, കണ്ണിൻ്റെ കാഴ്ചയാണ്. അലം തറ എന്നുള്ളത് റുയ കൽബിയ ഉണ്ടാവും. നീ കണ്ടില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകക്കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞില്ലേ എന്ന അർത്ഥത്തിൽ. ഇവിടെ കണ്ടില്ലേ, കാരണം കാണുന്ന വിഷയമാണ്, കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളാണ് പിന്നെ പറയുന്നത്. അലം തറ നീ കണ്ടില്ലേ അൻ അല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല മിനസ് സമാ സമായിൽ നിന്ന് അവതരിപ്പിച്ചു. സമാ എന്നുണ്ടെങ്കിൽ മേൽഭാഗം, സമായിൽ നിന്ന് അവതരിപ്പിച്ചു. മാ അൻ എന്ന് പറഞ്ഞാൽ വെള്ളം, ഇവിടെ ഉദ്ദേശം മഴ, മത്തറൻ എന്ന അർത്ഥത്തിൽ മഴയെ അല്ലെങ്കിൽ വെള്ളത്തെ അവതരിപ്പിച്ചു. ഫസലക്കഹു അതിൽ പിന്നെ സലക അവൻ പ്രവേശിപ്പിച്ചു, ഹു അതിനെ, ഈ മത്തറിനെ, ഈ മാഇനെ അവൻ പ്രവേശിപ്പിച്ചു. യനാബി അഫിൽ അർദ്, യനാബി അഫിൽ അർദ് യംബൂർ ഭൂഗർഭത്തിലുള്ള മജറക്കണ പറയാം, നീരുറവ, നീരുറവകൾ. യംബൂർ യനാബിയ നീരുറവകൾ, ഭൂമിയിലുള്ള നീരുറവകളിലെ പ്രവേശിപ്പിച്ചു. ഈ ഉറവകളാണ് പിന്നെ അരുവികളായി, തോടുകളായി, നദികളായി ഒഴുകുന്നത്. അപ്പോൾ അരുവികളായും തോടുകളായും നദികളായും പ്രവഹിക്കുന്ന എംബൂകളിൽ ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചു. എംബൂ എന്ന് പറഞ്ഞാൽ ഭൂഗർഭത്തിലുള്ള നീരൊഴുക്കാണ്. ഭൂഗർഭത്തിലുള്ള നീരൊഴുക്കിനാണ് എംബൂ എന്ന് പറയാം. അപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു, ആ മഴയെ ഭൂഗർഭത്തിലുള്ള നീരുറവകളിൽ പ്രവേശിപ്പിക്കുന്നു, നീരൊഴുക്കുകളിൽ പ്രവേശിപ്പിക്കുന്നു. യനാബി അഫിൽ അർദ് സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനു. സുമ്മ പിന്നീട് യുഖ്രിജു ബിഹി ഈ മാ കൊണ്ട്, മഴ കൊണ്ട്, യുഖ്രിജു അവൻ ഉൽപ്പാദിപ്പിക്കുന്നു, യുഖ്രിജു അല്ലാഹു അവൻ ഉൽപ്പാദിപ്പിക്കുന്നു, ബിഹി ഈ വെള്ളം കൊണ്ട്, സർഅൻ മുഖ്തലിഫൻ അൽവാനു. സർഅൻ എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾ, കൃഷി വിളവ്. മുഖ്തലിഫൻ അൽവാനുഹു വർണ്ണങ്ങൾ വ്യത്യസ്തമായ, മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നിലക്ക്, അൽവാനുഹു എന്ന് പറഞ്ഞാൽ ഈ വിളവുണ്ടല്ലോ കൃഷി, അതിൻ്റെ വർണ്ണങ്ങൾ
വർണ്ണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻവാ. അൽവാൻ എന്ന് പറഞ്ഞാൽ അൻവാ, വിവിധങ്ങളായ അപ്പോൾ വൈവിധ്യമാർന്ന വ്യത്യസ്തത പുലർത്തുന്ന വിളവിനെ അവൻ പുറത്തെടുക്കുന്നു. അപ്പോൾ സർഅൻ മുഖ്തലിഫൻ എന്ന് പറഞ്ഞാൽ മുഖ്തലിഫൻ അൽവാനുഹു, അൽവാനു സർ എന്നർത്ഥം. കൃഷി അല്ലെങ്കിൽ വിളവ് അത് വ്യത്യസ്തമായ വിവിധങ്ങളായ ഐറ്റംസാണ്, ഇനങ്ങളാണ്. എന്താ പറഞ്ഞത്? സർഅൻ മുഖ്തലിഫൻ അൽവാനുഹു എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉദ്ദേശം സർ എന്ന് പറഞ്ഞാൽ വിളവാണ്, കൃഷിയാണ്. മുഖ്തലിഫൻ അൽവാനുഹു അതിൻ്റെ വർണ്ണങ്ങൾ വ്യത്യസ്തങ്ങളായ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ. ഇനിയിപ്പോൾ വർണ്ണങ്ങൾ നേരിട്ട് പിന്നെ പദാർത്ഥത്തിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ചില വിളകൾ അത് കറുത്ത കളറാണ്, ചിലർ മഞ്ഞ കളറാണ്, ചിലത് വെളുത്ത കളറാണ് അല്ലേ, ചിലർ ഇത് പിന്നെ പച്ച കളറാണ്. ഇങ്ങനെ വിളകൾക്ക് എന്തുണ്ട്? വ്യത്യസ്ത കളറുകളുണ്ട്. പിന്നെ ഐറ്റംസ്, വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ ധാന്യങ്ങളായി, കായകളായി അല്ലേ, പൂക്കളായി ഒക്കെ വിളകളുണ്ട് അല്ലേ. അതേപോലെ ചെറുതുണ്ട്, വലുതുണ്ട് വിളകൾ ഒക്കെ എല്ലാം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പുറത്തു കൊണ്ടുവരുന്നത്. യുഖ്രിജു, അള്ളാഹു അതിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ബിഹി, ഈ മാനത്ത് നിന്ന് ഇറക്കുന്ന വെള്ളം കൊണ്ട്. അതാണ് ഇതിലെ വിഷയം. ചിലത് മധുരമാണ് അല്ലേ വിള, ചിലത് കയ്പ്പാണ്, ചിലത് പുളിയാണ് അല്ലേ. അപ്പോൾ അതാണ് മുഖ്തലിഫൻ അൽവാനുഹു എന്ന് പറഞ്ഞത്. അപ്പോൾ സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ. സുമ്മ പിന്നീട് യഹീജു എന്നാണ് യഹീജു സർഉ. യഹീജു ഹൈജ് എന്നതിൽ നിന്നാണ് യഹീജു. ഹൈജ് രണ്ട് നിലക്ക് അതിന് അർത്ഥം പറയും. ഒന്ന് യുബസ്, യബസൻ ഉണങ്ങി എന്നർത്ഥത്തിൽ. പിന്നൊന്ന് സാറ എന്നർത്ഥത്തിൽ, പാറി പറന്നു എന്നർത്ഥത്തിൽ. സുമ്മ യഹീജു പിന്നീട് അത് ഉണങ്ങുന്നു. ഈ കൃഷി അല്ലെങ്കിൽ ഈ വിള അത് ഉണങ്ങുന്നു. സാറ എന്നർത്ഥം പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ഏകദേശം ഉദ്ദേശമാണ്. അതായത് ഉണങ്ങുമ്പോഴാണ്, വൈക്കോല് പോലെ ആകുമ്പോൾ പച്ചപ്പിൽ നിൽക്കുന്ന അവസ്ഥയല്ലല്ലോ, ഉദ്ദേശം ഉണങ്ങുന്നു തന്നെയാണ്. അപ്പോൾ സുമ്മ യഹീജു അത് ഉണങ്ങുന്നു ഈ കൃഷി വിള. ഫതറാഹു അപ്പോൾ തറാഹു അതിനെ നിനക്ക് കാണാം മുസ്ഫറൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ പാഞ്ഞതായി. ഈ മഞ്ഞ പാഞ്ഞ വിളറിയതായി നമ്മൾ കൃഷി അത് സാധാരണ പച്ചയായിരിക്കും അല്ലേ, പിന്നീട് അതിന് എന്ത് ചെയ്യും? നിറം മാറും. അതിൽ മഞ്ഞ പായ എന്ന് പറയും, വിളറുക എന്നൊക്കെ പറയും. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അപ്പോൾ നിനക്കതിനെ വിളറിയതായി കാണാം. സുമ്മ അതിൽ പിന്നെ ഇപ്പോൾ ഈ ഉണങ്ങുന്ന അവസരത്തിൽ ഫതറാഹു മുസ്ഫറ, അപ്പോൾ നിനക്കതിനെ മഞ്ഞയായി കാണാമെന്നാണ്. എന്നാൽ ഈ വിളറുമ്പോൾ തന്നെ ഈ കളർ വരും, മഞ്ഞ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഉടനെ എന്ന അർത്ഥത്തിൽ ഫ വന്നത്. പിന്നെ പ്രയോഗിച്ചത് സുമ്മയാണ്. ആ ഉടനെ തന്നെ യജ്അലുഹു ഹുതാമൻ ഇല്ല, പിന്നെയോ ഹുതാമനാണത്. ഹുതാമൻ എന്ന് പറയുന്നത് സുമ്മ പിന്നീട് യജ്അലുഹു അള്ളാഹു അതിനെ ആക്കുന്നു. യജ്അലുഹു അള്ളാഹു ഈ മഞ്ഞ പാഞ്ഞ സറഇനെ ആക്കുന്നു. ഹുതാമൻ എന്ന് പറഞ്ഞാൽ ഹതമ എന്ന് പറഞ്ഞാൽ തകർത്തു എന്നർത്ഥം. ഹതമ തകർത്തു. അതിൽ നിന്നാണ് നരകത്തിന് ഹുതമ എന്ന പേര്. ഹുതമ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ഹുതമ എന്ന് പറഞ്ഞാൽ തകർക്കുന്നത് എന്നർത്ഥത്തിൽ. നരകം ആരും വിടൂല്ല. ലാ തുബ്ഖി വലാ തദർ, എല്ലാത്തിനെയും തകർക്കും. അതുകൊണ്ടാണ് ഹുതമ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശം അതിൽ നിന്നാണ് ഈ ഹുതാമൻ വന്നത്. അതായത് പിന്നെ മഞ്ഞ പാഞ്ഞ കൃഷി എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തുരുമ്പാക്കും.
നുരുമ്പിയതാക്കും എന്നുള്ള അർത്ഥത്തിൽ. സുമ്മ പിന്നീട് യജ്അലുഹു അള്ളാഹു അതിനെയാക്കും ഹുതാമൻ, വൈക്കോൽ തുരുമ്പുകൾ എന്നൊക്കെ പറയില്ലേ. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ദാലിക തീർച്ചയായും ഈ പ്രതിഭാസത്തിലുണ്ട്, ലദിക്റ തീർച്ചയായും ഉത്ബോധനം, ദിക്റ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, ലദിക്റ തീർച്ചയായും ഉത്ബോധനം, ലിഉലിൽ അൽബാബ്. അൽബാബ് എന്ന് പറഞ്ഞാൽ ലുബ്, അൽബാബ് എന്ന് പറഞ്ഞാൽ അഖൽ ഉഖൂൽ, ദിഷണ ബുദ്ധി. ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ അസ്ഹാബിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക്. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആ കഴിവിനെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യർക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എണ്ണിയാണ്. അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന, പരലോകത്തെ കളമാക്കുന്ന അവിശ്വാസികളും സമ്മതിക്കുന്ന ഒരു വിഷയമാണ് ഏത്? ഈ വിഷയം. ആരാ മഴ വർഷിക്കുന്നത്? അള്ളാഹുവാണ്. ആരാണ് അന്നം തരുന്നത്? അള്ളാഹുവാണ്. ആരാണ് വൈവിധ്യമായ കൃഷിയെ ഉൽപ്പാദിപ്പിക്കുന്നത്? അള്ളാഹുവാണ്. ഇത് സമ്മതിക്കുന്ന ആളുകളാണ് ഈ നിഷേധികൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ സമ്മതിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ എണ്ണി അവർ നിഷേധിക്കുന്നതിനുള്ള തെളിവുകളെ ഉദ്ധരിക്കാൻ ഇവിടെ ചെയ്യുന്നത്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർദി സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യജ്അലുഹു ഹുതാമ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്. ഇങ്ങനത്തെ വേറെ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതേപോലെ ഇതേ ശൈലിയിലുള്ള ആയത്തുകൾ നമുക്ക് വേറെയും കാണാം. സൂറത്ത് കഹ്ഫിൽ വദരിബ് ലഹും മസൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് فاختلط به نبات الأرض فأصبح هشيما تذروح الرياح وكان الله على كل شيء مقتدرا. അതേപോലെ ആയത്ത് കാണാം. കാരണം അത് അവർ സമ്മതിക്കുന്ന സംഗതിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയം വിശാലമാക്കിയവനും അള്ളാഹു ഹൃദയം ഇടുക്കിയവനും തുല്യമാകുമോ എന്നുള്ളത്. ഇതല്ലാണ്ട് ചോദ്യം. ഹൃദയം അള്ളാഹു വിശാലമാക്കിയ വ്യക്തിയും അള്ളാഹു ഹൃദയം ഇടുക്കി കളഞ്ഞവനും തുല്യമാകുമോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. ഹൃദയം വിശാലമാക്കിയവനാണ് ഈ തെളിവുകളെ ഓതിയാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുക. ഹൃദയം ഇടുക്കി കളഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമല്ല. അപ്പോൾ ഇവിടെ തങ്ങൾ മുന്നിൽ കാണുന്നതായി ഇത്തരം ന്യായങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ വിളിച്ചറിയിക്കും വിധമുള്ളത് ഓതിയാൽ ആർക്കാണത് പ്രമാണമാവുക? ഹൃദയം വിശാലമായവന്. ഹൃദയം കുടുസായവനെ സംബന്ധിച്ചിടത്തോളം ഇനി കണ്ണിൽ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും എന്ത് ന്യായങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അത് അയാൾക്ക് ഫലപ്പെടില്ല എന്നുള്ളതാണ്. അള്ളാഹുമായ യാഥാർത്ഥ്യം ഇവിടെ തുടർന്നു നടത്തുകയാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഇവിടെ അഫമൻ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ ആണോ എന്നുള്ളതാണ്. യാതൊരുവൻ ആണോ, മൻ എന്നുള്ളത് ഇവിടെ മൗസൂലാണ്. അഫമൻ യാതൊരുവൻ ആണോ. ശറഹല്ലാ അള്ളാഹു വിശാലമാക്കി, സദ്റഹു അവൻ്റെ സദറിനെ, സദർ നെഞ്ചാണ് ഹൃദയം ഉദ്ദേശം, നെഞ്ചിനെ വിശാലമാക്കി, ലിൽ ഇസ്ലാം ഇസ്ലാമിനെ. ഷറഹ് എന്നുള്ള ആ പ്രയോഗം ബസത്ത എന്ന അർത്ഥത്തിലാണ് വരിക, പരത്തി എന്നുള്ളത്. ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ അടിച്ച് പരത്തുന്നത്, അതിനാണ് ഷറഹ പ്രയോഗിക്കുക. അവിടെ വിശാലമാക്കി എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ. അഫമൻ ഷറഹല്ല അള്ളാഹു വിശാലമാക്കിയവൻ ആണോ. അള്ളാഹു വിശാലമാക്കിയത് എന്താണ്? സദ്റഹു അവൻ്റെ നെഞ്ചാണ്. എന്തിനാണ് വിശാലമാക്കിയത്? ഇസ്ലാം ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാം കേൾക്കാൻ, ഇസ്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹു നെഞ്ച് വിശാലമാക്കിയവൻ ആണോ. ഫഹു അലാ നൂരി മിർ റബ്ബി. ഫ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നെഞ്ച് വിശാലമാക്കിയതിനാൽ, അത് കാരണത്താൽ ഫ ഹു ആ വ്യക്തി അലാ നൂരി മിർ റബ്ബിഹി തൻ്റെ റബ്ബിൽ നിന്നുള്ള നൂറിലാകുന്നു.
തൻ്റെ റബ്ബിൽ നിന്നുള്ള നൂർ, പ്രകാശം. ഉദ്ദേശം ഹിദായത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നെഞ്ച് വിശാലമാക്കിയതിനാൽ അവനിൽ നിന്നുള്ള ഹിദായത്തിൽ ചരിക്കുന്ന വ്യക്തി അവൻ ആണോ എന്ന് ചോദിക്കാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. അള്ളാഹു സദർ വിശാലമാക്കിയതിനാൽ ഹുവ ആ വ്യക്തി അലാ നൂരിൻ മിർ റബ്ബിഹി തൻ്റെ റബ്ബിൽ നിന്നുള്ള നൂറിൽ വഴി നടക്കുന്നവനാണ്, ഹിദായത്തിൽ വഴി നടക്കുന്നവനാണ്. അങ്ങനെയുള്ള വ്യക്തിയാണോ എന്ന് ചോദ്യമാണ്. ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. വൈലുൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈൽ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞ നാശത്തിന് പറയും, ഹലാക്ക്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ വൈൽ എന്നുള്ളത് ഒരു വഈദ്, ശക്തമായ താക്കീദിന് പറയും. വൈൽ എന്നുള്ളത് നരകത്തിൽ ഒരു നദിയാണ്, അല്ല ഒരു താഴ്വാരം അതിന് പറയും. ഒക്കെ ഇവിടെ ഉദ്ദേശം. ഫവൈലുൻ, വൈലുൻ എന്നാൽ നാശമാകുന്നു, അല്ലെങ്കിൽ ശക്തമായ മുന്നറിയിപ്പുണ്ട്, അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട് എന്നർത്ഥം. ആർക്ക്? ലിൽ ഖാസിയത്തി ഖുലൂബുഹും. ലിൽ ഖാസിയത്തി ഖുലൂബുഹും. ഖാസിയ എന്ന് പറഞ്ഞാൽ കടുത്ത. ഖസ യഖ്സു ഖാസിയ. ഖാസിയ എന്ന് പറഞ്ഞാൽ കടുത്ത. എന്ന് പറഞ്ഞാൽ എന്താ കടുത്തത്? ഖുലൂബുഹും തങ്ങളുടെ ഹൃദയങ്ങൾ. തങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തവർക്ക്. വൈലുണ്ട് എന്നാണ്. വൈൽ നാശമുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട്, മുന്നറിയിപ്പുണ്ട് എന്നാണ്. ഹൃദയങ്ങൾക്കടുത്തത് മിൻ ദിക്രില്ല. എന്താ മിൻ ദിക്രില്ല? അവിടെ മിൻ എന്ന് പ്രയോഗിച്ചത് രണ്ടർത്ഥത്തിലാണ് അതിൻ്റെ വിശദീകരണം വന്നത്. ഒന്ന്, മിൻ എന്ന് പറഞ്ഞാൽ മിൻ അജലി ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ കാരണത്താൽ. അല്ലെങ്കിൽ മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അജൽ കാരണത്താൽ എന്നർത്ഥം, അല്ലെങ്കിൽ അൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന് ദിക്ർ എടുക്കുന്നതിനെ തൊട്ട് ഹൃദയം കെടുക്കുക, അൻ എന്ന അർത്ഥത്തിൽ. രണ്ടും പറയാം. ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ കാരണത്താൽ തങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തവർക്കാകുന്നു വൈലുൻ എന്നാണ്. അപ്പോൾ ആദ്യത്തേത് അള്ളാഹുവിൻ്റെ ദിക്ർ കാരണത്താൽ ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ദിക്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിക്റാണ്. ഇന്നഹു ലദിക്റുൻ. വിശുദ്ധ ഖുർആൻ ദിക്റാണ്. അപ്പോൾ ഇവിടെ ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ കാരണത്താൽ ഹൃദയം കടുക്കുന്നവരുണ്ട്. ഹൃദയം കനിവാർന്നതാകുന്നതുകൊണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പം ഈ വിശുദ്ധ ഖുർആനിൽ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ജഅൽന النطفة علقة ثم خلقنا النطفة علقة فخلقنا العلقة മുദ്ഗതൻ തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടർത്തിയിട്ട് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറയുന്നു. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പരിണാമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരു രേതസ്കണമായി അല്ലെങ്കിൽ ബീജമായി അതിനെ സുരക്ഷിതമായ സ്ഥാനത്ത് നിശ്ചയിച്ചു. പിന്നെ ആ നുത്ഫയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലഖത്താക്കി, അലഖത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ഗത്താക്കി സൃഷ്ടിച്ചു. പിന്നെ ആ മുദ്ഗയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അസ്ഥികൾ സൃഷ്ടിച്ചു. പിന്നെ ആ അസ്ഥികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാംസങ്ങൾ കൊണ്ട് പൊരിഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നെ ഈ അസ്ഥികൾ മാംസം കൊണ്ട് പൊതിഞ്ഞ ഈ ഭ്രൂണത്തെ മറ്റൊരു സൃഷ്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് കേട്ട പാടെ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മുആദ് റളിയല്ലാഹു തആല അത് കേട്ടു, അപ്പോൾ പറഞ്ഞു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പക്ഷേ മറ്റൊരു വ്യക്തി കേട്ടു, അയാളും പറഞ്ഞു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആയത്തിൻ്റെ ഭാഗം ഇറങ്ങിയിട്ടില്ല. ഈ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് കഴിഞ്ഞിട്ട് പിന്നെന്താ? പിന്നെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വഹയ്യായി
ഓതുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇതിനോട് പ്രതികരിച്ചു. ഇങ്ങനെ സ്വാഭാവിക പ്രതികരണമാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് പറയുന്നത് എങ്കിൽ പറഞ്ഞു പോവും. എന്ത് പിന്നെ തബാറക്കല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അതേപോലെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഉണർത്തേണ്ട ഒരു സംഗതിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകും. മനസ്സിലായല്ലേ? ഇവിടെ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വരുമ്പോൾ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് ഓതിയപ്പോഴത്തേക്ക് ആ ആയത്തിൻ്റെ ആശയം ഗ്രഹിച്ച ആളുകൾ അതിനോട് പ്രതികരിച്ചത് എന്താണ്? ഉമർ പ്രതികരിച്ചത് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മുആദ് റളിയല്ലാഹു തആല പ്രതികരിച്ചത് മുആദ് ബിൻ ജബൽ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പക്ഷേ മറ്റൊരു വ്യക്തിയും അയാൾ പ്രതികരിച്ചത് എനിക്കൊന്ന് അബ്ദുല്ലാഹി ബിൻ അബി സർഹാണ്. അയാളും ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പ്രതികരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത് തന്നെയാണ് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം. ആയത്തിൻ്റെ ബാക്കി ഭാഗം എന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷിറാഹു സദർ കൂടുതൽ വിശ്വാസമായി. മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശ്വാസമായി. പക്ഷെ അവരെന്നുണ്ടല്ലോ മറ്റേ ആൾ, അയാൾ പറഞ്ഞു മുഹമ്മദിന് അവതീർണമാകുന്നത് എനിക്കറിയുന്ന സംഗതി തന്നെയാണ്. എനിക്കറിയുന്ന സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാത്തതൊന്നും ഇവിടെ വഹിയായിട്ട് ഇറങ്ങണില്ല എന്ന് ഭാവിച്ച് അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഹൃദയം കടുത്തു. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദായി. ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി. അപ്പോൾ അതാണ് ഇവിടെ വിഷയം. അള്ളാഹുവിൻ്റെ ദിക്റിനാൽ ഹൃദയം കടുക്കുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ ദിക്റിനാൽ ഹൃദയം ലോലമാകുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. പല ആളുകളും അങ്ങനെയാണ്, പല ആളുകളും അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് മതപരിത്യാഗികളാകുന്ന അല്ലെങ്കിൽ കുഫ്ർ ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്. അള്ളാഹിൻ്റെ കലാമാണ് ഓതുന്നത്, പക്ഷേ കുഫ്റാണ് പരിണിത ഫലം. അതേസമയം അള്ളാഹുവിൻ്റെ കലാം ഓതിയിട്ട് ഹൃദയം വിശാലമാകുന്നവരുണ്ട്. ഇവിടെ എന്താണ് പിന്നെ അള്ളാഹുവിൻ്റെ ദിക്റിനാൽ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിനാൽ ഹൃദയങ്ങൾ കടുക്കുന്ന ആളുകളുണ്ട്, അവർക്കാകുന്നു വൈലുൻ എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. പിന്നെ ഈ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കടുക്കുക. ഇവിടെ മീൻ എന്നതിന് നമ്മൾ ആൻ എന്ന അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ കേൾക്കാൻ കൂട്ടാക്കാതെ കേട്ടാൽ തന്നെയും അതിൻ്റെ സ്വാധീനം ഉള്ളിൽ ചെലുത്താത്ത വിധം ഹൃദയങ്ങൾ കടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥം പറഞ്ഞാലും വിഷയമല്ല, ശരിയായ ആശയങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ശിക്ഷയാണ്. മാലിക് ബിൻ ദീനാർ പറഞ്ഞില്ലേ, ഒരു ദാസനെയും അയാൾ ചെയ്ത കുറ്റത്തിൽ പ്രഹരിക്കപ്പെട്ടിട്ടില്ല, അയാൾക്ക് ശിക്ഷ നൽകപ്പെട്ടിട്ടില്ല അയാളുടെ ഹൃദയത്തെ കടുപ്പിക്കുന്നതിനേക്കാൾ എന്നാണ്. ഏറ്റവും കടുത്ത ശിക്ഷയാണെന്ത്? ഹൃദയം കടുപ്പിക്കുക എന്നുള്ളത്. ഹൃദയം കടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനെ ഒന്നിനും പറ്റൂല എന്നുള്ളതാണ്, ഒന്നിനും പറ്റൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികരെ ഉദ്ധരിച്ചിട്ട് പറയുന്നത് സുമ്മ ഖസത് ഖുലൂബുക്കും ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. പിന്നീട് നിങ്ങളുടെ ഹൃദയം കടുത്തു, അത് കല്ല് പോലെയായി അല്ലെങ്കിൽ കല്ലിനേക്കാൾ കടുത്തതായി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ പൂർവികരെ ഉദ്ദേശിച്ചിട്ട്, കാരണം അവർ നിഷേധികളായി, അവർ കളവാക്കുന്നവനായി അവർ മാറിയത് കാരണത്താൽ ഹൃദയത്തെ കടുപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് നൽകിയ ശിക്ഷ. ഹൃദയം കടുത്താൽ പിന്നെ ആ മനുഷ്യനെ മാറ്റാൻ പ്രയാസമാണ്. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഇവിടെ അതാണ് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി അള്ളാഹു ഹൃദയം വിശാലമാക്കിയവൻ ആണോ? അള്ളാഹു ഹൃദയം വിശാലമാക്കിയതിനാൽ ഹുവ ആ വ്യക്തി അലാ നൂരിൻ മിൻ റബ്ബിഹി, റബ്ബിൻ്റെ പ്രകാശത്തിൽ ഹിദായത്തിൽ വഴി നടക്കുന്നവനാണ്. അങ്ങനെയുള്ള വ്യക്തിയാണോ? ആരെപ്പോലെ എന്ന് പറഞ്ഞില്ല, ഇങ്ങനെയുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെപ്പോലെയാണോ അത് പറഞ്ഞില്ല. അത് ആരെപ്പോലെ എന്നുള്ളത് ഇവിടെ ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട്. ഹൃദയം വിശാലമാക്കപ്പെട്ടവനാണോ? ഹൃദയം കടുത്തവനെ പോലെ എന്നാണ്. ഹൃദയം വിശാലമാക്കപ്പെട്ടവൻ റബ്ബിൻ്റെ നൂറിലാണ്. അപ്പോൾ ഹൃദയം കടുത്തവൻ എവിടെയായിരിക്കും? അന്ധകാരത്തിലായിരിക്കും. അപ്പോൾ ഹൃദയം വിശാലമായി അള്ളാഹുവിൽ നിന്നുള്ള നൂറിൽ ചരിക്കുന്നവനാണോ? ഹൃദയം കടുത്ത് അന്ധകാരത്തിൽ ചരിക്കുന്നവൻ ഉണ്ടല്ലോ, അവനെപ്പോലെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ആണോ എന്നുള്ള ചോദ്യം അല്ല എന്നുള്ളതിനാണ്.
ഒരിക്കലും രണ്ടു കൂട്ടരും തുല്യമാവില്ല. അള്ളാഹു ഹൃദയം വിശാലമാക്കിയവനാണ് എപ്പോഴും അനുഗ്രഹീതൻ എന്നുള്ളത് വായിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഹൃദയ വിശാലത. ഹൃദയ വിശാലത. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിലും റബ്ബി ഇശ്റഹ് ലി. ആദ്യമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ഇറങ്ങുന്നത് എന്താണ്? ഹൃദയ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ അലം നശ്റഹ് ലക സദ്റക എന്നാണ്. അലം നശ്റഹ് ലക സദ്റക എന്നാണ്. നിൻ്റെ സദറിനെ നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ എന്നുള്ളതാണ്. ഇൻഷിറാഹു സദർ, ഹൃദയ വിശാലത ഇല്ല എങ്കിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, കൽപ്പനകൾ നിറവേറ്റാൻ കഴിയില്ല, വിഷയങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഉണ്ടോ? ഹൃദയം കടുത്തവർ, ഉലൈക കൂട്ടർ, ഫീ ളലാലിൻ മുബീൻ എന്നാണ് സുവ്യക്തമായ വഴികേടിലാണ്. ളലാൽ എന്ന് പറഞ്ഞാൽ വഴികേട്, സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ദുർമാർഗ പാതയിലാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കി, അൻസല മിനസ് സമാഇ മാഅൻ, അല്ലേ? ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി. എന്തിനാ ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയത്? അതുകൊണ്ടാണ് പടപ്പുകളുടെ ശാരീരികമായ ഹയാത്ത്, ശാരീരികമായിട്ടുള്ള ഹയാത്ത്. അപ്പോൾ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടത് അള്ളാഹു മാനത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതെ. ഇനി മനുഷ്യന്മാർക്ക് ആത്മീയമായിട്ട് എന്ത് വേണം? ആത്മീയമായിട്ടും ജീവിതം വേണം. ശാരീരികമായി ജീവിക്കാൻ വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനുഹു ആണ്. അതിനാണ് ആകാശത്ത് നിന്ന് മഴ ഇറക്കിയത്. ആത്മീയമായി ജീവിക്കാൻ ഈ മുഖ്തലിഫൻ അൽവാനുമായിട്ടുള്ള സറഅ പോരാ. ആത്മീയമായി ജീവിക്കാൻ മനുഷ്യന്മാർക്ക് എന്താ വേണ്ടത്? അത് ആത്മീയ ജ്ഞാനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും ഇറക്കിയിട്ടുള്ളതാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ് യഹ്ദി ബിഹി മൻ യശാ വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹു നസ്സല, അല്ലാഹു ഇറക്കി, അവതരിപ്പിച്ചു. അള്ളാഹു അവതരിപ്പിച്ചു അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഹദീസിനെ. അഹ്സനൽ കലാം, ഏറ്റവും നല്ല സംസാരത്തെ, കലാമിനെ. എങ്ങനെയാണ് അള്ളാഹു ഇറക്കിയത്? കിതാബൻ, കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബായി, ഗ്രന്ഥമായി. മുതശാബിഹൻ, മുതശാബി, തശാബഹ, മുതശാബി എന്ന് പറഞ്ഞാൽ പരസ്പര സദൃശ്യമായ, പരസ്പര സദൃശ്യമായ, സാമ്യമായ ഒരു ഉദ്ദേശം പറയാം. മസാനി, മസാനി എന്ന് പറഞ്ഞെങ്കിൽ മസ്ന, മസാനി ആവർത്തിക്കപ്പെടുന്ന എന്നർത്ഥം അതിന് വരും. ബഹുവചനാണത്. ആവർത്തിക്കപ്പെടുന്നവ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവ, പ്രശംസിക്കപ്പെട്ടവ, വാഴ്ത്തപ്പെട്ടവ എന്നർത്ഥത്തിൽ വരും. കിതാബൻ മുതശാബിഹൻ മസാനി. തഖ്ശഇറു മിൻഹു, തഖ്ശഇറു, യഖ്ശഇറു എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ? ഈ ഇഖ്ശിറാർ എന്ന് പറയും, കഷ്അരീറ എന്ന് പറയും. ഈ നമ്മളുടെ തൊലികളൊക്കെ എടുത്ത് പിടിക്കാറില്ലേ, രോമാഞ്ച പുലകിതമാകുക എന്ന് പറയും. തഖ്ശഇറു മിൻഹു, അതിനാൽ രോമാഞ്ച പുളകിതമാകും, അല്ലെങ്കിൽ അതിനാൽ ഇഖ്ശിറാർ. ഭയം ഉണ്ടാകുമ്പോൾ, പേടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ ശരീരത്തിൻ്റെ അവസ്ഥക്കാണ് അത് പറയാം. ജുലൂദുല്ലദീൻ യഖ്ശൗന റബ്ബഹും, ജുലൂദ് എന്ന് പറഞ്ഞാൽ തൊലികൾ. ജുലൂദുല്ലദീന യാതൊരു കൂട്ടരുടെ തൊലികൾ, യഖ്ശൗന റബ്ബഹും അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നു, റബ്ബിനെ ഭയക്കുന്നു. തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരായ ആളുകളുടെ തൊലികൾ ഈ കിതാബ് നിമിത്തം, ഈ കിതാബിനാൽ തഖ്ശഇറു, രോമാഞ്ച പുളകിതമാകുന്നു, രോമാഞ്ചമണിയുന്നു എന്നൊക്കെ അർത്ഥം. സുമ്മ, പിന്നീട്
തെലീനു ജുലൂദുഹും അവരുടെ തൊലികൾ, തെലീനു എന്ന് പറഞ്ഞെങ്കിൽ ലോലമാകും. വഖുലൂബുഹും അവരുടെ ഹൃദയങ്ങളും ഇലാ ദിക്രില്ല. ഈ തെലീനു എന്നതിനെ തുടർന്ന് ഇല വരുമ്പോൾ ഇവിടെ ലോലമാവുക എന്നത് അതേപോലെ തന്നെ ശാന്തമാകും എന്നർത്ഥം വരും. തസ്കുനു വതത്മഇന്നു അടങ്ങും ഒതുങ്ങും എന്നൊക്കെയുള്ള വഴിപ്പെടും എന്നൊക്കെ അർത്ഥം കിട്ടും. ഇലാ ദിക്രില്ല അള്ളാഹുവിൻ്റെ ദിക്ർ അതിലേക്ക് അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളുമൊക്കെ വഴിപ്പെടും, ശാന്തമാകും എന്നൊക്കെ അർത്ഥം. ഇവിടെ അള്ളാഹു നസ്സല എന്ന് പ്രയോഗിച്ച് നസ്സലല്ലാ എന്നല്ല, നസ്സലിൻ്റെ ഫായിലാണ് ആര്? അള്ളാഹു. ഇവിടെ അള്ളാഹു എന്നുള്ള ഇസ്മിനെ മുന്തിപ്പിച്ചു, എന്നിട്ട് നസ്സല ക്രിയയെ പിന്തിപ്പിച്ചു. അപ്പോൾ ഇവിടെ അള്ളാഹു എന്നുള്ളത് മുബ്തദയാണ്, നസ്സല എന്നുള്ളത് ആ ജുംലയാണ് അതിൻ്റെ ഖബർ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ഇറക്കി എന്നാണ്. അപ്പം നസ്സൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിയത്. പക്ഷേ ഇവിടെ എങ്ങനെ പറഞ്ഞത്? അള്ളാഹു നസ്സല എന്നാണ്. അപ്പോൾ ഈ ഇറക്കപ്പെട്ടതിൻ്റെ മാഹാത്മ്യം വായിക്കാനാണത്. ഇത് ആരാ ഇറക്കിയത്? ഇറക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു ഇറക്കിയ ഒരു സംഗതി എത്രമേൽ മാഹാത്മ്യമുള്ളതായിരിക്കും. ഇതിൻ്റെ അവതാരകൻ അള്ളാഹു ആകുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ മഹത്വം വായിക്കാനാണ്. അതാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ചില തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആൻ്റെ മഹത്വം, വിശുദ്ധ ഖുർആൻ്റെ ഗാംഭീര്യം ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു പ്രയോഗത്തെ നന്നായി വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതായത് നസ്സല എന്നുള്ള ക്രിയയ്ക്ക് ശേഷമാണ് കർത്താവ് വരേണ്ടത്, നസ്സൽ അള്ളാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹു നസ്സല അങ്ങനെ പ്രയോഗിച്ചത്. അപ്പോൾ അത് ഈ ഇറക്കപ്പെട്ട കിതാബിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം എന്നുള്ളതാണ്. അള്ളാഹു നസ്സൽ, അള്ളാഹു ഇറക്കി അവതരിപ്പിച്ചു. ഈ നസ്സല എന്നുള്ള പ്രയോഗം തന്നെ ഒറ്റയടിക്ക് അവതരിപ്പിച്ചു എന്നുള്ളത് ദ്യോതിപ്പിക്കാനല്ല, പിന്നെയോ അവതീർണതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഖണ്ഡശയായിട്ടാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശൈലിയും കൂടി ഉണ്ട് ഈ ഒരു പ്രയോഗം നസ്സല എന്നുള്ളത് തരുന്നുണ്ട്. അള്ളാഹു നസ്സൽ, അള്ളാഹു ഇറക്കി. എന്തിനാ ഇറക്കിയത്? അഹ്സനൽ ഹദീസ് എന്നാണ്. അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഹദീസ്, സംസാരം, വൃത്താന്തം. ഹദീസ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് പ്രയോഗിക്കും. ഒന്ന് ഖദീമിൻ്റെ വിപരീതമായിട്ട്. ഖദീം എന്ന് പറഞ്ഞാൽ എന്താ? പഴയത്. ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത്. പിന്നെ ഹദീസ് എന്ന് പറയും മുതഹദ്ദസ്, സംസാരിക്കപ്പെടുന്നത് എന്താണ്? കലാമാണ്. കലാം. ഇവിടെ അർത്ഥത്തിലാണ്. അഹ്സനൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സംസാരം എന്ന അർത്ഥത്തിലാണ്. ഈ അഖീദയിൽ ഒരു ചർച്ച ഉണ്ട്, വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സിഫത്ത് വിശേഷണമാകുമ്പോൾ അള്ളാഹു അഗ്രേസരനാണ്, അല്ല അവ്വലാണ്, അള്ളാഹ്ക്ക് തുടക്കമല്ല. അപ്പോൾ അള്ളാഹിൻ്റെ കലാമിനും തുടക്കം ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്. അൽ അവ്വലു ബിലബ്തിദ. അള്ളാഹ്ക്ക് എന്തില്ല? തുടക്കമല്ല, അള്ളാഹു ഇവിടെ ഉള്ളവനാണ്. അപ്പോൾ അൽ അവ്വൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അഗ്രേസരത്വം എന്ന് പറയും. അതായത് അള്ളാഹ്ക്ക് തുടക്കമല്ല, അള്ളാഹു ഇവിടെ ഉള്ളവനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ വിശേഷണങ്ങളും അങ്ങനെയാണ്. ഇവിടെ ഈ ഹദീസ് എന്നതിന് ഖദീം, ഇതിൻ്റെ വിപരീതാർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, ഹദീസ് എന്ന് പറഞ്ഞാൽ നവീനമായത്, പുതിയത് എന്നാണ്. ആ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അള്ളാഹു വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വരും, ഇവിടെ പുതുതായി ഉണ്ടായതാണെന്ന് വരും. മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹദീസ് എന്ന് പറയുന്നതിന് മുതഹദ്ദസ് ബിഹി, സംസാരിക്കപ്പെടുന്ന സംഗതിക്ക്, അതിനാണ് കലാം എന്ന് പറയാം. ആ അർത്ഥത്തിലാണ് ഇവിടെ അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂന അല്ലേ? അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു ഏറ്റവും നല്ല കലാമിനെ അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ, കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബായിട്ട്, കിതാബ് കതബയിൽ നിന്നാണ് കിതാബ് അല്ലേ?
കത്തബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ജമാ എന്നർത്ഥം, ഒരുമിച്ച് കൂട്ടി. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തൂബ്, എഴുതപ്പെട്ടത് എന്നാണ്. മക്തൂബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത്, അക്ഷരങ്ങളെ കോർത്ത് വെച്ചാണ് എഴുത്ത് അല്ലേ. അതുകൊണ്ടാണ് ജമാ എന്നർത്ഥമുള്ള കതബ എന്നുള്ള പിന്നെ പ്രയോഗം, അതിൽ നിന്ന് കിതാബ് വന്നത്. അക്ഷരങ്ങൾ കൂട്ടിയിട്ടുള്ള രചനയാണ് കിതാബ്, എഴുതപ്പെട്ടത്. ഈ പ്രയോഗം അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹ് ഏറ്റവും നല്ല കലാമിനെ ഇറക്കി കിതാബൻ, ഒരു കിതാബായിട്ട്. ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടും വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് എന്ത്? അത് എഴുതപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ടതാണ് എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ പ്രധാനമായും ക്രോഡീകരിക്കപ്പെട്ടത് എവിടെയാണ്? മനുഷ്യന്മാരുടെ ഹൃദയത്തിലാണ്, മനുഷ്യന്മാരുടെ ഹൃദയത്തിലാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ എന്തും ചെയ്തിട്ടുണ്ട്, എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കി അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞ കിതാബൻ എന്നാണ്. അപ്പോൾ കിതാബായിട്ട് എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടുണ്ട്, മക്തൂബാണ്. അതെവിടെയാണ് എഴുതിയത്? അത് എഴുതിയത് ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഈ പിന്നെ വലിയ എല്ലുകളിലായിരുന്നു, അതേപോലെ ഈത്തപ്പന പട്ടയിലായിരുന്നു, ഈത്തപ്പനയുടെ ഓലയിലായിരുന്നു, അതേപോലെ തോലുകളിലായിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ മുസ്ഹഫിലാക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് പറയുകയാണ്, ഓലകളിൽ, എല്ലുകളിൽ, തോലുകളിൽ ഈത്തപ്പന മടലുണ്ടല്ലോ, ആ മടലിലൊക്കെ എഴുതപ്പെട്ട ഖുർആനെ ഞാൻ എന്ത് ചെയ്തു, മുസ്ഹഫായിട്ട് ക്രോഡീകരിച്ചു എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എഴുതി വെക്കുക എന്നുള്ളത് എന്തുണ്ട്, അതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കി അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, ദാലിക്കൽ കിതാബ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ കിതാബ് എന്നുള്ള പ്രയോഗം അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താണ്, എഴുതി ഇവിടെ വായിക്കപ്പെടും വിധം എഴുതി സംരക്ഷിക്കപ്പെടും എന്നുള്ളത്. കുത്താബുൽ വഹി ഇല്ലേ, എന്താ കുത്താബുൽ വഹി? വഹി എഴുതുന്ന എഴുത്തുകാർ, അറിയപ്പെട്ട വഹി എഴുത്തുകാരാണെന്ന് സെയ്ദ് ബിൻ സാബിത്ത്, പിന്നെ ഒന്ന് ഉബയ്യ് ബിൻ കഅബ്, പിന്നെ ഖുലഫാ റാഷിദീങ്ങൾ 4 പേര് ഒക്കെ, ഇവർ മുആവിയ റളിയല്ലാഹു തആല അൻഹു പോലുള്ളവർ, അബ്ദുല്ലാഹ് ബിൻ അബി സർഹനെ കുറിച്ച് പറഞ്ഞില്ലേ, അങ്ങനത്തെ ആളുകൾ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ, കിതാബായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ അഹ്സനൽ ഹദീസിനെ അവതരിപ്പിച്ചത്. പിന്നെ മുതശാബിഹൻ എന്ന് പറഞ്ഞാൽ ഈ സദൃശ്യ വചനങ്ങളായി, അല്ലെങ്കിൽ സദൃശ്യമായി എന്നാണ്, പരസ്പര സദൃശ്യമായി. എന്താ ഈ പരസ്പര സദൃശ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം? വിശുദ്ധ ഖുർആൻ അതിനെ പരസ്പര സദൃശ്യം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ശൈലിയാണ്. 6236 ആയത്തുകളിൽ ശൈലികൾ ഉണ്ടല്ലോ, ശൈലികൾ പരസ്പര സദൃശ്യങ്ങളാണ്, വിഷയങ്ങൾ പരസ്പര സദൃശ്യങ്ങളാണ്. അതേപോലെ കൂർവ, വിശുദ്ധ ഖുർആൻ്റെ ഘടനാപരമായിട്ടുള്ള അതിൻ്റെ കൂർവ പരസ്പരം സദൃശ്യമായ അവസ്ഥയിലാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ശൈലികൾ, അതേപോലെ വിശുദ്ധ ഖുർആനിൽ കഥകൾ, വിശുദ്ധ ഖുർആൻ്റെ വിധികൾ, വിശുദ്ധ ഖുർആനിലുള്ള ഉപമകൾ, ഇതൊക്കെ എന്താണ്, ഒന്നൊന്നിന് പൊരുത്തപ്പെടും വിധമാണ്, വൈരുദ്ധ്യമായിട്ടല്ല, ഒന്നൊന്നിന് പൊരുത്തപ്പെടും വിധമാണ്, വിരുദ്ധമായി കാണപ്പെടുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുതശാബിഹൻ എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ബലാഗ, സാഹിത്യം, അതേപോലെ വിശുദ്ധ ഖുർആൻ്റെ പിന്നെ ഈ മാന, ആശയം, വിശുദ്ധ ഖുർആൻ്റെ ഹുക്കും, വിധികൾ, അതേപോലെ വിശുദ്ധ ഖുർആനിലെ ഖിസസ്, കഥകൾ, വിശുദ്ധ ഖുർആനിലെ മസൽ, ഉപമകൾ, അതേപോലെ വിശുദ്ധ ഖുർആനിലെ വിഷയങ്ങൾ ഒന്നും വൈരുദ്ധ്യമല്ല. വലിയ പിന്നെ 6236 ആയത്തുകളിൽ 114 അധ്യായങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ആശയങ്ങൾ, ശൈലികൾ, ഭാഷ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മഹനീയ ഗ്രന്ഥമാണ്. ഈ മഹനീയ ഗ്രന്ഥത്തിൽ പരസ്പര പൂരകമായിക്കൊണ്ടല്ലാതെ, പരസ്പര സദൃശ്യമായിക്കൊണ്ടല്ലാതെ ഒന്നൊന്നിന് വിരുദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ. അതേപോലെ മസ്ന, അസ്ന, യുസ്നി അതിൽ നിന്ന് വരും, അത് പുകഴ്ത്തി എന്നർത്ഥം, പുകഴ്ത്തി. അപ്പം മസന എന്ന് പറഞ്ഞാൽ പിന്നെ മസാനി എന്ന് പറഞ്ഞാൽ പുകഴ്ത്തപ്പെടുന്നവ, വാഴ്ത്തപ്പെടുന്നവ. ആ 2 രീതിയിലും പറയും. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയും, അസ്സബുൽ മസാനി,
അസ്സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ, അതാണ് അസ്സബഉൽ മസാനി. സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ നോക്കി 5 നിസ്കാരങ്ങളിൽ ഓതും അല്ലേ? എല്ലാ നിസ്കാരങ്ങളിലും ഓതും. പല സന്ദർഭങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അസ്സബഉൽ മസാനി അതിന് അതേ പേര്. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് മസാനി എന്നുള്ളത്. മസാനി. അപ്പോൾ ആവർത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ മൊത്തത്തിൽ കിതാബൻ മുതശാബിഹൻ മസാനി എന്ന് പറഞ്ഞെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കപ്പെടുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ്റെ തിലാവത്താണ് അല്ലേ? വിശുദ്ധ ഖുർആൻ എത്ര പ്രാവശ്യം പാരായണം ചെയ്യും? വിശുദ്ധ ഖുർആൻ സൂറത്തുകൾ, ചില പ്രത്യേക സൂറത്തുകൾ പ്രത്യേകം, ചില പ്രത്യേക ആയത്തുകൾ പ്രത്യേകം ആവർത്തിച്ച് നമ്മളുടെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് ആവർത്തിച്ച്, അത് മടുപ്പില്ലാതെ, ആവർത്തന വിരസതല്ലാതെ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ, അതിലെ വിഷയങ്ങൾ, ഇപ്പം കഥകൾ, വിശുദ്ധ ഖുർആനിലെ കഥകൾ പലതും എന്താണ്? ആവർത്തിക്കപ്പെട്ടതാണ്. പല കഥകളും ആവർത്തിക്കപ്പെട്ടതാണ്. പക്ഷേ ഓരോരുത്തർ ആവർത്തിക്കപ്പെട്ടതല്ല മറ്റൊരിടത്ത് വിഷയീഭവിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഓരോരുത്തർ എന്തെന്നിനു വേണ്ടി പരാമർശിക്കപ്പെട്ട ഒരു കഥ അതേ ഉദ്ദേശത്തിലല്ല മറ്റൊരിടത്ത് പരാമർശിക്കപ്പെട്ടുള്ളത്, വേറെ ഉദ്ദേശത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ ഇപ്പം വിഷയങ്ങൾ, അതിലെ വിഷയങ്ങൾ, സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അനുഗ്രഹങ്ങളെക്കുറിച്ച്, ശിക്ഷകളെക്കുറിച്ച്, പുണ്യാളന്മാരെക്കുറിച്ച്, പാപികളെക്കുറിച്ച് ആവർത്തിച്ചുള്ള പരാമർശങ്ങളാണ്. അതെന്തിനാ? അറബിലൊരു തത്വമുണ്ട്, അശ്ശൈഉ ഇദാ തകറർ തകറർ എന്ന്. ഇതൊരു ആപ്തവാക്യാണ്. അശ്ശൈഉ ഒരു സംഗതി, ഇദാ തകറർ അത് ആവർത്തിക്കപ്പെട്ടാൽ തകറർ എന്നാണ്. തകറർ എന്ന് പറഞ്ഞാൽ എന്താ? അതവിടെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. തകററ എന്ന് പറഞ്ഞാൽ അത് കാഫ് അല്ലേ? ആവർത്തിക്കപ്പെട്ടു. തകററ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്രതിഷ്ഠ നേടി. അപ്പോൾ അശ്ശൈഉ ഇദാ തകററ തകറർ എന്നുള്ളത് ഒരു തത്വമാണ്, ഒരു ആപ്തവാക്യാണ്. വിശുദ്ധ ഖുർആൻ അതിലെ പാരായണം ആവർത്തിക്കപ്പെടുന്നു, കഥകൾ ആവർത്തിക്കപ്പെടുന്നു, വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഈ ആവർത്തനത്തിലൂടെ എന്താ വരുന്നത്? അത് പിന്നെ അത് ഉറക്കുക, മനസ്സിൽ രൂഢമൂലമാകുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് വരുന്നത്. ഏതായാലും വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണത് മസാനിയ എന്നുള്ളത്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നതാണ്, വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. പിന്നെ മസാനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രശംസിക്കപ്പെട്ട, പുകഴ്ത്തപ്പെട്ട, വാഴ്ത്തപ്പെട്ട എന്നർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. എല്ലാവരുടെയും പ്രശംസയും വാഴ്ത്തലും ലഭ്യമായ അതിനർഹമായ കിതാബാണ് ഒരു വിശുദ്ധ ഖുർആൻ. മനസ്സിലായി? വിശുദ്ധ ഖുർആൻ അറിയണമെന്ന് മാത്രം, പക്ഷേ വിശുദ്ധ ഖുർആൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറിയണം, വിശുദ്ധ ഖുർആൻ്റെ ശൈലി അറിയണം, വിശുദ്ധ ഖുർആൻ്റെ പൊരുൾ അറിയണം, വിശുദ്ധ ഖുർആൻ എന്തൊന്നിനെ അവതീർണമായി എന്നുള്ളത് അറിയണം, വിശുദ്ധ ഖുർആൻ ഏതൊരു വിഷയത്തിൽ അവതീർണമായി എന്നുള്ളത് അറിയണം. അപ്പോഴാണ് ഇത് വിശുദ്ധ ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കുക. അതില്ല എങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ശബ്ദം, പിന്നെ ഒരു മുസ്ലിം നാമധാരി, അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു താമരക്കുളത്തിൽ ഒരു താമര വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മധു നുകരാൻ ആർക്കാ സാധിക്കുക? പുറമേ നിന്ന് പാറി വരുന്ന തേനീച്ചകൾക്ക്, അതേപോലെ ചിത്രശലഭങ്ങൾക്കാകാം. പക്ഷേ ആ താമരയുടെ ചുവട്ടിൽ ചില തവളകളുണ്ടാവും. പക്ഷേ അവ അങ്ങനെ പോക്രം ഒച്ചയൊക്കെ അല്ലാതെ അതിൻ്റെ തേൻ നുകരാൻ അതിന് സാധിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പിന്നെ വസ്തുത. ഇതുപോലെയാണ് ഇപ്പം ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫൈദൻ സലഖൽ അഷ്ഹുറുൽ ഹുറം ഫഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും എന്ന് പറഞ്ഞ് ഫൈൻ അഖാമു സ്വലാത്ത വാതു സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്ന ആയത്തിൽ ഹുറം ഫഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും വഖുദൂഹും വഹ്സുറുഹും വഖഉദു ലഹും കുല്ല മർസദ് ഫഇൻ താബു വഅഖാമു സ്വലാത്ത വാതു സകാത്ത ഫഖല്ലു സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ആയത്തിൽ അവിടെ പിന്നെ മക്കയിലെ ബൗദ്ധ വിശ്വാസികളുടെ വിഷയത്തിൽ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. പിന്നെ ആയത്തിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആയത്ത് ഇറങ്ങിയ സാഹചര്യം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബുവത്തിൽ ഹിജ്റയുടെ 9ാമത്തെ വർഷം ആദ്യത്തെ ഹജ്ജിന് പോകുന്ന സമയം, ആദ്യത്തെ ഹജ്ജ് ടീമിനെ റസൂലുള്ളാഹി നിയോഗിക്കുന്ന സമയം, ഹജ്ജ് ഫർദാക്കിയതിന് ശേഷം പിന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ അബൂബക്കറിന് പിന്നാലെ കൊടുത്തയച്ച സന്ദേശങ്ങളാണിത്. അബൂബക്കറിന് പുറപ്പെടുന്നതിന് ശേഷമാണ് സൂറത്ത് തൗബ ഇറങ്ങുന്നത്. ആ തൗബയിലെ ആയത്തുകൾ മക്കയിൽ ഓതാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കറിൻ്റെ പിന്നാലെ അയക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുറൈശികളുടെ വിഷയത്തിൽ, മക്ക മുശ്രിക്കുകളുടെ വിഷയത്തിൽ അവതീർണമായിട്ടുള്ള ആയത്താണ്. പിന്നെ അതിൻ്റെ സാഹചര്യം, അതിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആളുകൾ പിന്നെ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആയത്തിറങ്ങിയ ചരിത്രം മനസ്സിലാക്കണം, അതിലെ വിഷയം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ഒരാൾ തൻ്റെ ഹവക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ആ മുസ്ലിമീങ്ങൾ അവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ ഫൈദൻ സലഹൽ അഷ്ഹുറുൽ ഹുറും, അഷ്ഹുറുൽ ഹുറും വിശുദ്ധ മാസം കഴിഞ്ഞാൽ എന്നുള്ള ആ പ്രയോഗം അവിടെ വന്നത്. ഫഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും വഖുദൂഹും വഹ്സുറൂഹും, നിങ്ങളവരെ പിടിച്ചോളും, നിങ്ങളവരെ ബന്ധിച്ചോളും എന്നൊക്കെ പറഞ്ഞത് അത് അന്ന് മക്ക ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബൗദ്ധ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധത്തിന് നിൽക്കുകയാണ്. മക്കയും പരിസരവും. മക്കം ഫത്തായപ്പോൾ വരെ റസൂലുള്ളാഹി പിന്നെ തായിഫിലേക്ക് പോകേണ്ടി വന്ന എന്തിനാ? ഹുനൈനിലേക്ക് പോകേണ്ടി വന്ന അവരൊക്കെ സായുധധാരികളായിട്ട് എന്ത് ചെയ്യാണ്? യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. പിന്നെ ഫൈൻ താബു വഅഖാമു സ്വലാത്ത വആതു സകാത്ത ഫഖല്ലു സബീലഹും, ഇനി അവർ പിന്നെ തൗബ ചെയ്ത് നിസ്കരിക്കുന്നവരായി പിന്നെ സകാത്ത് കൊടുക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവരെ വിടാൻ പറയണം. ഈ ബന്ദികളായി പിടിച്ചവരെ വിടാൻ പറയുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാകുന്നു, റഹീമാകുന്നു എന്നുള്ളത് പറയണം. അതിനെ തുടർന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വൈരുദ്ധ്യം ദർശിക്കാനാണ് ഇത് ഓതുന്നത്. അതായത് ആദ്യം കൊല്ലാൻ പറഞ്ഞ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞ് ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്നാണ്. അതിൻ്റെ ഇടയിലൊരു ഭാഗമുണ്ട്. അതെന്താ? അത് ഫൈൻ താബു വഅഖാമു സ്വലാത്ത വആതു സകാത്ത ഫഖല്ലു സബീലഹും എന്നാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്ന് പറഞ്ഞത്. പിന്നെ ആ ഒരു കോർവ പിന്നെ അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വൈരുദ്ധ്യമെന്ന് ഒരിക്കലും ബോധ്യപ്പെടില്ല. പക്ഷേ ഒന്ന്, വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറിയില്ല, വിശുദ്ധ ഖുർആൻ്റെ ശൈലി അറിയില്ല, വിശുദ്ധ ഖുർആൻ ഏതൊരു വിഷയത്തിൽ അവതീർണമായ, ആരുടെ വിഷയത്തിൽ അവതീർണമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ കേവലം ഒരു ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരാൾക്ക് എന്തും ഇതേപോലെ ഗർജിക്കാം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയവരൊക്കെ വിശുദ്ധ ഖുർആനെ പ്രശംസിക്കുക ചെയ്തിട്ടുള്ളത്, പുകഴ്ത്താണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പഠനാർഹമായിട്ടുള്ള ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഏതായാലും ഇവിടെ അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി, മസാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന, വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രശംസനീയമായ കിതാബ് എന്നുള്ളതാണ് അവിടെ അതിൽ ഉദ്ദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞു തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരുടെ ജുലൂദ്, തൊലികൾ വിശുദ്ധ ഖുർആനാൽ തഖ്ശഇറു എന്നാണ് രോമാഞ്ച പുളകിതമാകുന്നു, രോമാഞ്ചമണിയുന്നു. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, പിന്നീട് അവരുടെ തൊലികളും ഹൃദയങ്ങളും തെലീനു ലോലമാകും, ശാന്തമാകും. ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക്, അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക്, അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നതിലേക്ക്, അത് പഠിക്കുന്നതിലേക്ക് ഒക്കെ അങ്ങനെ പറയാം. ഇവിടെ ദിക്റുല്ലാഹ് എന്നുള്ളതൊരു പൊതുപ്രയോഗമാണ്. അള്ളാഹു അവതരിപ്പിച്ച ഈ അഹ്സനുൽ ഹദീസാകുന്ന ഈ കിതാബ് ദാലിക ഹുദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഹുദയാകുന്നു. യഹ്ദി ബിഹി, അത് കൊണ്ട് അള്ളാഹു വഴി കാണിക്കും, മൻ യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കും. വമൻ യുദ്ലിലില്ലാഹ്, അള്ളാഹു വല്ലവരെയും വഴി തെറ്റിക്കുന്നുവെങ്കിൽ, അതല്ല യുദ്ലിലിനെ വഴി തെറ്റിക്കുക. വമൻ യുദ്ലിലില്ലാഹു, അള്ളാഹു ആരെയാണ് വഴി തെറ്റിക്കുന്നത്? ഫമാലഹു മിൻഹാദ്, ഫമാലഹു അപ്പോൾ അവനില്ല, ഫജവാബ് ഫമാലഹു അവനില്ല, മിൻഹാദിൻ, ഹാദി എന്നാണ് മിൻ, ഇത് ജായിദത്താണ്. ഹാദി എന്നാണ് വഴി കാണിക്കുന്നവൻ, ഹാദി എന്നാണ്. ഹാദി ഇവിടെ ഇതിന് പകരമാണ് ഈ തൻവീനുൽ ഇവദ്. ഹാദിൻ എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്നവൻ. മിൻ ജായിദത്താണ്. അപ്പോൾ വഴി കാണിക്കുന്ന ഒരാളും എന്നർത്ഥത്തിൽ, യാതൊരു വഴി കാണിക്കുന്നവനും ഇല്ല എന്നർത്ഥത്തിൽ. വമൻ യുദ്ലിലില്ലാഹ്, അള്ളാഹു ആരെയാണോ വഴി തെറ്റിക്കുന്നത്, ഫമാലഹു അപ്പോൾ അവനുണ്ടാവുകയില്ല,
മിൻഹാദിൻ നേർവഴി നടത്തുന്ന ഒരാൾ. അതുകൊണ്ട് അള്ളാഹിനോട് ഹിദായത്തിനെ തേടണം. വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് യാചിക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുദ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കും. ആരെ അള്ളാഹു വഴി വയ്പ്പിച്ചോ അവനെ വഴി നടത്താൻ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ കിതാബ് വിടുന്നുണ്ട്. അത് പഠിച്ച് പാരായണം ചെയ്ത് മനസ്സിലാക്കി ഗ്രഹിച്ച് വഴി കാണാൻ മനുഷ്യന്മാർക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്. അത് ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്.